വൈകുന്നേരം 3 മണിക്ക് തുറന്നിട്ട് ചിക്കൻ ഫ്രൈ മാത്രം വെക്കുന്ന ഒരു ഹോട്ടൽ, അതും കോഴിക്കോട്. നിങ്ങൾ എത്ര ആൾക്കാർ ഇവിടെ പോയിട്ടുണ്ടാവും എന്നറിയില്ല. പിന്നെ നമ്മൾ വാങ്ങിച്ചത് 2 പീസ് ചിക്കൻ ഫ്രൈയും അതിൻ്റെ കൂടെ തന്നെ കപ്പയും ഉണ്ടായിരുന്നു. പിന്നെ പൊറോട്ട ചൂടുണ്ടായിരുന്നു, പക്ഷേ കപ്പ അത്ര ചൂടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇത് അതിൻ്റെ കൂടെ കിട്ടുന്ന ഫ്രീ ഗ്രേവിയാണ്. പക്ഷേ അതിൽ എന്താ പറയുക, ഗ്രേവിൻ്റെ തിക്നെസ് നിങ്ങൾ കണ്ടല്ലോ, പക്ഷേ എങ്കിൽ അതിൽ പീസ് ഉണ്ടായിരുന്നു കേട്ടോ. പീസ് എന്ന് പറഞ്ഞാൽ പാർട്സിൻ്റെ ടൈപ്പ് ഉണ്ടാവില്ലേ, കഴുത്തും പിന്നെ ലിവറിൻ്റെ ഒക്കെ അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനങ്ങളായിരുന്നു എനിക്ക് കയ്യിൽ നിന്ന് കിട്ടിയത്. പിന്നെ എന്താ പറയുക, ഇങ്ങനെ പൊടിയുള്ള ടൈപ്പ് ചിക്കൻ ഫ്രൈക്ക് ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും വന്നത്. കുഴപ്പമില്ല കേട്ടോ, അത് മീൻസ് ഒരു ആവറേജ് ടൈപ്പിൽ കഴിക്കാം. പിന്നെ പൊറോട്ട, കപ്പ ഇതല്ലാണ്ട് പിന്നെ പത്തിരി അങ്ങനെയൊക്കെ സാധനങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. വേറെ കൂടുതൽ ഐറ്റംസ് ഒന്നുമില്ല. ആകെയുള്ള ചിക്കൻ ഫ്രൈ കൂട്ടിയിട്ട് കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ. പക്ഷേ എങ്കിൽ അത് കഴിക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അത് കഴിക്കാനും പാഴ്സൽ, ഇവിടെ കൂടുതലായിട്ട് പാഴ്സൽ പോകുന്നുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പം ഈ ചിക്കൻ ഫ്രൈ എന്ന് വെച്ചാൽ അധികവും ഇവർ ചൂടാക്കിയിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെയല്ലേ തരുന്നത്. അപ്പോൾ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിൽ അത്യാവശ്യം ഓയിൽ അതിൽ പറ്റി പിടിച്ചിട്ട് തന്നെ ഉണ്ടാവും. ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചിക്കൻ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിൽ ഓയിലി ഫുഡ് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം അത്യാവശ്യം നല്ല ഓയിലി ആയിട്ട് തന്നെയാണ് ഫുഡ് വരുന്നത്. കാരണം നിങ്ങൾ നോക്കിയാൽ അത് തൊട്ട് കഴിഞ്ഞാൽ തന്നെ എൻ്റെ കയ്യിലൊക്കെ നല്ലോണം ഓയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ഡൈനിങ് സ്പേസ്. നമ്മൾ കയറി വരുന്നത് തന്നെയാണ് ഇവർ കുക്കിംഗ് ഏരിയ വരുന്നത്. നമ്മൾ ഹോട്ടലിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഇവർ കുക്ക് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അത് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബാലുശ്ശേരിയിലുള്ള ആതിര ഫാസ്റ്റ് ഫുഡ്.